എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം. ആവാലവൃദ്ധം ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഭാഗവതത്തിൻ്റെ അടുത്ത ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആയുർ പരിണാമം. ഇവിടെ പറയുന്ന പ്രധാനമായിട്ടും വർഷങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് മനുഷ്യന് എത്ര വർഷമുണ്ട്, ദേവന്മാർക്ക് എത്ര വർഷമുണ്ട്, ചതുർമുഖന് എത്ര വർഷമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് അത് നമുക്ക് ആ ഭാഗം വിട്ടിട്ട് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് എന്താണ്? സൃഷ്ടിയുടെ ആരംഭമാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രളയം വന്ന സമയത്ത് ആ പ്രളയത്തിലുള്ള വെള്ളത്തിൽ ഒരു ഇലയിൽ സാക്ഷാൽ കൃഷ്ണഭഗവാൻ ഒരു കൊച്ചു കുട്ടിയായി അവിടെ പറന്നിങ്ങനെ ആ വെള്ളത്തിന് മേലെ ഇങ്ങനെ പറന്നുകൊണ്ട് വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന്, നാഭി എന്ന് പറഞ്ഞാൽ തൊപ്പിൾ, പല ഭാഷയിൽ പലതായിരിക്കുമ്പോൾ ഞാൻ സംസ്കൃതത്തിൽ നാഭി എന്ന് പറയുന്നു, ഇതിൽ തൊപ്പിൾക്കുടിയിൽ നിന്ന് ഒരു താമരത്തണ്ട് വന്ന് ആ താമരയിൽ നിന്ന് ചതുർമുഖനുണ്ടായി, ബ്രഹ്മാവ്. ആക്ച്വലി ബ്രഹ്മാവ് ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് 4 മുഖങ്ങളില്ല, 8 കൈകളുമില്ല. മേലെ വന്ന സമയത്ത് അദ്ദേഹം എന്തു സംഭവിച്ചു എന്ന് 4 ഭാഗവും നോക്കിയതുകൊണ്ട് 4 മുഖങ്ങളുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം ചതുർമുഖൻ എന്ന പേര് വന്നു. അതുമൂലം 8 കൈകളും ഉണ്ടായി. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അദ്ദേഹം വീണ്ടും തനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടായതുകൊണ്ട് അദ്ദേഹം വീണ്ടും ആ നാഭിയിൽ തന്നെ തുടർന്നു പോയ സമയത്ത് ഭഗവാൻ അദ്ദേഹത്തിന് അരുൾ ചെയ്തു, സൃഷ്ടി തുടങ്ങാനുള്ള ഓർഡർ കൊടുത്തു. അതായത് സൃഷ്ടി തുടങ്ങുക എന്ന് അദ്ദേഹത്തിന് തോന്നിച്ചു. അദ്ദേഹം വെളിയിൽ വന്നു. അങ്ങനെ അദ്ദേഹം ആദ്യമായി 14 ലോകവും, ഭൂമി, ആകാശം എന്നിങ്ങനെയുള്ള 13 ലോകങ്ങളും അതിന് പുറമെ 14 ലോകങ്ങളും ആദ്യമായി സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടി നടക്കുന്നതിൻ്റെ ആരംഭത്തിൽ മഹാവിഷ്ണു അങ്ങനെ അദ്ദേഹം ശയനം കൊള്ളുന്ന സമയത്ത്, അദ്ദേഹം ഇങ്ങനെ കിടന്നു ഉറങ്ങുന്ന സമയത്ത് ചെവിയിൽ എന്തോ ഒരു വണ്ട് വരുന്ന പോലെ ഒരു തോന്നലുണ്ടായി. അദ്ദേഹം ഉടനെ ഇടത് കൈയിലുള്ള വിരൽ കൊണ്ട് ആ ചെവിയിലുള്ള മലിനങ്ങൾ എടുത്ത് നീക്കി വച്ചു. അതിൽ നിന്ന് 2 രാക്ഷസന്മാരുണ്ടായി. അവരുടെ പേരാണ് മധു, കൈടവൻ. മധു എന്നും കൈടവൻ എന്നും 2 രാക്ഷസന്മാർ ഉത്ഭവിച്ചു. അതായത് ചെവിയിലെ ചെളി അദ്ദേഹം മാലിന്യം വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്നും 2 രാക്ഷസന്മാർ ഉത്ഭവിച്ച സമയത്ത് തന്നെ അവർ ഭയങ്കര രാക്ഷസന്മാരായി. അദ്ദേഹം ചതുർമുഖനെ, അതായത് ബ്രഹ്മാവിനെ ആക്രമിക്കാൻ തുടങ്ങി. ബ്രഹ്മാവിന് യാതൊരു രക്ഷയുമില്ലാതെ അദ്ദേഹം വൈകുണ്ഠവാസനെ അഭയം പ്രാപിച്ചു. തന്മൂലം അദ്ദേഹം, അതായത് ശ്രീഹരി, വൈകുണ്ഠവാസൻ, ശ്രീകൃഷ്ണൻ, അതായത് നമ്മുടെ ഹൃദയകമലവാസൻ, ഗുരുവായൂരപ്പൻ എന്നെല്ലാം പറയുന്ന ആ ഭഗവാൻ ഉടനെ എന്ത് ചെയ്തു? ഇവരായിട്ട് യുദ്ധം ചെയ്ത്, അപ്പോൾ പ്രളയം നടക്കുന്ന സമയമാണ് കേട്ടോ. ആ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് അവരെ 2 പേരെയും തൻ്റെ തുടയിൽ, ഇടതൊടയിലും വലതുടയിലും വെച്ച് സുദർശന ചക്രം കൊണ്ട് കഴുത്ത് ഖണ്ഡിച്ചു. അപ്പോൾ കഴുത്ത് വരയ്ക്കും അവർ വെള്ളത്തിലായിരുന്നു, കഴുത്തിൻ്റെ മുകളിലാണ് അത് വീണത്. അങ്ങനെ ആ സംഭവം നടന്ന്, അങ്ങനെ ലോകത്തെ അദ്ദേഹം രക്ഷിച്ചു. ഇനി ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചത് ആദ്യത്തെ ബ്രഹ്മസൃഷ്ടി സനൽകുമാരന്മാരാണ്. എന്നു പേരായ 4 പേര്, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നിങ്ങനെ 4 പേരെ സൃഷ്ടിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി. എന്നിട്ട് അവരോട് ഉൽപ്പാദനത്തിന്, അതായത് സൃഷ്ടിക്ക് ചെയ്തു കൊള്ളാൻ പറഞ്ഞു. പക്ഷേ അവരതിൽ താല്പര്യം കൊണ്ടില്ല. ശ്രീഹരിയെ മാത്രം ഭജിച്ചുകൊണ്ട് അവർ എപ്പോഴും ഇരിക്കുകയും, അങ്ങനെ സൃഷ്ടി അവർക്ക് ഇഷ്ടപ്പെടാതെ അവർ വാനപ്രസ്ഥം പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ജന്മമില്ലാതായി. ലോകം ഉണ്ടായാൽ പോരല്ലോ, അവിടെ ഫലവൃക്ഷാദികൾ ഉണ്ടാവണം, മൃഗങ്ങളുണ്ടാവണം, മനുഷ്യനുണ്ടാവണം, സ്ത്രീകളുണ്ടാകണം, പുരുഷന്മാരുണ്ടാകണം. ഇതിനെല്ലാം ആയിട്ടാണ് സൃഷ്ടി എന്ന് പറയുന്നത്.
അപ്പോൾ സനൽകുമാരന്മാരെ അത് ഏൽപ്പിച്ച സമയത്ത് അവർക്ക് അതിൽ താല്പര്യമില്ലാതെ അവർ പോയി. അങ്ങനെയായ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ഭൂമധ്യത്തിൽ നിന്ന് ഒരു മൃഡനെ സൃഷ്ടിച്ചു. മൃഡൻ എന്ന് വെച്ചാൽ ശിവൻ്റെ ശക്തിയുള്ളവൻ. ഒരു മൃഡനെ സൃഷ്ടിച്ചു. അതിനുശേഷം 10 മൃഡന്മാരെ സൃഷ്ടിച്ചു. അങ്ങനെ ഏകാദശി മൃഡന്മാർ, അതായത് അവർക്ക് പേര് നൽകി. അവർക്ക് ഓരോ ഭാര്യമാരെയും ഉണ്ടാക്കി. സൃഷ്ടി തുടർന്നോട്ടെ എന്ന്. അപ്പോൾ 11 22 ഏകാദശ രുദ്രന്മാരെന്നാണ് അവർക്ക് പേര്. സൃഷ്ടി നടക്കട്ടെ വിചാരിച്ചു. അപ്പോഴും അവിടെ ഒരു ബുദ്ധിമുട്ട് വന്നു. എന്താ വെച്ചാൽ ഇവരാൽ സൃഷ്ടിക്കപ്പെടുന്നവർ എപ്പോഴും ക്രൂരന്മാരായിരുന്നു. അതായത് ക്ഷിപ്രകോപികൾ എന്നുള്ള പോലെ ആയിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടാണ്. 2 ഭാഗവും ഉണ്ടെങ്കിലല്ലേ ലോകമുള്ളൂ. സമാധാനവും ശാന്തിയും വേണമെങ്കിൽ എന്ത് വേണം? 2 ഭാഗത്തും വേണം. അതില്ലാതായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇനി എന്താ ഇതിന് മാർഗം ഈശ്വര എന്ന് പറഞ്ഞ് വീണ്ടും ഭഗവാനെ ശ്രീഹരിയെക്കുറിച്ച് സദസ്സ് ചെയ്ത സമയത്ത്, ധ്യാനം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി, സ്വയം ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ആദ്യം സ്വന്തം ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നല്ല സൃഷ്ടിച്ചത് അദ്ദേഹം. പ്രത്യേകം ഞാൻ പറഞ്ഞു, സനൽകുമാരന്മാർ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി എന്ന് മാത്രമാണ്, സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടായതല്ല. മൃഡൻ സൃഷ്ടിയാണ്, ഏകാദശ രുദ്രന്മാർ സൃഷ്ടിയാണ്, പക്ഷെ സ്വന്തം ശരീരത്തിൽ നിന്നല്ല. അപ്പോൾ ഇനി എന്താ വെച്ചാൽ സ്വന്തം ശരീരത്തിൽ നിന്ന് സൃഷ്ടി ഉൽപ്പാദിക്കുക എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം മനസ്സിൽ നിന്ന് മരീചി എന്ന മഹർഷിയെ സൃഷ്ടിച്ചു. സ്വന്തം മനസ്സിൽ നിന്ന് മരീചി എന്ന മഹർഷിയെ സൃഷ്ടിച്ചു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുസ്തകം എടുത്ത് എഴുതി വയ്ക്കാം. ഞാൻ വളരെ പതുക്കെ പറഞ്ഞുതരാം. ഇത് വീണ്ടും ആവർത്തിക്കേണ്ടി വരും. ഇതൊന്നും ഓർമ്മ വയ്ക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. എങ്കിലും ഞാൻ പറയുന്നു, വളരെ പതുക്കെ പറയാം. മനസ്സിൽ നിന്ന് ബ്രഹ്മാവ് സ്വന്തം മനസ്സിൽ നിന്ന് മരീചി എന്ന ഒരു മഹാനെ സൃഷ്ടിച്ചു, ഒരു സന്യാസിയെ സൃഷ്ടിച്ചു. അടുത്തത് കണ്ണുകളിൽ നിന്ന് അത്രി എന്ന മഹർഷിയെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിൻ്റെ കണ്ണുകളിൽ നിന്ന് അത്രി എന്ന മഹർഷിയെ സൃഷ്ടിച്ചു. അടുത്ത മുഖത്തിൽ നിന്ന് അങ്കിരസ്, ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് അങ്കിരസ് എന്ന മഹർഷിയെ സൃഷ്ടിച്ചു. ഇനി 2 കർണങ്ങളിൽ നിന്ന് പുലസ്ത്യൻ, നാഭിയിൽ നിന്ന് പുലഹൻ, കൈകളിൽ നിന്ന് 2 കൈകളിലും കൂടി കൃതു, ശരീരത്തിൻ്റെ ത്വക്കുകളിൽ നിന്ന് ഭൃഗു എന്നിങ്ങനെ 7 പേരെ സൃഷ്ടിച്ചു. ഇവരെ സപ്തഋഷികൾ, സപ്തം എന്ന് പറഞ്ഞാൽ 7ആണ്. നിങ്ങൾക്ക് വീണ്ടും പറയേണ്ടി വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സപ്തഋഷികൾ പറഞ്ഞാൽ എന്താണെന്നുള്ള സംശയം തോന്നും. എല്ലാ യുഗത്തിലും സപ്തഋഷികൾ വരും, മാറി വരും, അത് വേറെ കാര്യം. പക്ഷെ സപ്തഋഷികൾ പറഞ്ഞാൽ ബ്രഹ്മാവാൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട 7 പേരാണ്. ആരൊക്കെയാണ്? മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, കൃതു, ഭൃഗു. അവിടെ കൊണ്ടായില്ല. പ്രാണനിൽ നിന്ന് വശിഷ്ഠനെ സൃഷ്ടിച്ചു. പ്രാണൻ അതായത് ജീവനൻ. വലതുകാലിൻ്റെ പെരുവിൽ ഭൂമിയിൽ ഇങ്ങനെ ആക്കിക്കൊണ്ട് ദക്ഷനെ സൃഷ്ടിച്ചു. ഇവിടെ ഞാൻ ഒരു കാര്യം പറയുന്നു. ദക്ഷന് 2 സ്ഥലത്ത് വരുന്നുണ്ട്. 2 എണ്ണമാണ്. 2 ജന്മത്തിലും അദ്ദേഹത്തിൻ്റെ പേര് ദക്ഷൻ തന്നെയാണ്. അപ്പോൾ ദക്ഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുന്ന സമയത്ത് ദക്ഷൻ ഇത്ര കുട്ടികളുണ്ടായി അത്ര കുട്ടികളുണ്ടായി എന്നൊക്കെ പറയുന്നത് കൺഫ്യൂഷൻ ആവണ്ട. ദക്ഷന് 2 ജന്മമുണ്ട്. 2 ജന്മത്തിലും ദക്ഷൻ എന്ന് തന്നെയാണ് പേര്. അടുത്ത ജന്മത്തിനെ പറ്റി ഞാൻ പിന്നെ പറയാം, അടുത്തിങ്ങനെ വരുന്ന സമയത്ത് പറയാം. അപ്പോൾ വലതുകാൽ പെരുവിരൽ ഭൂമിയിൽ കുറിച്ചുകൊണ്ട് ദക്ഷനെ സൃഷ്ടിച്ചു. മടിയിൽ നിന്നും നാരദനെ സൃഷ്ടിച്ചു. വലത്തെ സ്ഥലത്തിൽ നിന്നും ധർമ്മദേവനെ സൃഷ്ടിച്ചു. നിഴലിൽ നിന്ന്
അതായത് ബ്രഹ്മാവ് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴൽ വന്നു. ആ നിഴലിൽ നിന്ന് കർദമനെ സൃഷ്ടിച്ചു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യം. അദ്ദേഹം സ്വന്തം ഭംഗിയിൽ നിന്ന് എല്ലാ അഴകും കൂട്ടിച്ചേർത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അതാണ് സരസ്വതി. സരസ്വതി ദേവി, അവർക്കാണ് പേര് സരസ്വതി ദേവി. ഇനി വിയർപ്പിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വിയർപ്പിൽ നിന്ന് ജാംബവാൻ സൃഷ്ടിച്ചു. അത് തന്നെ ജ്ഞാനശക്തി, ധ്യാനിക്കുമ്പോൾ വരുന്ന ജ്ഞാനശക്തിയിൽ നിന്ന് ഗർഗൻ സൃഷ്ടിച്ചു. അങ്ങനെ 15 സൃഷ്ടികളാണ് ആദ്യമുണ്ടായത്. സനത്കുമാരന് ശേഷം, മഠന് ശേഷം 15. അപ്പോൾ 15ഉം ഏകാദശി രുദ്രന്മാർ 11 പേര്, അവർക്ക് 2 ഓരോ ഭാര്യമാർ, 11 22. ആദ്യം 4, 22 4 26, 26 15, 26 മൊത്തം 36, 5 41. ആദ്യമായിട്ടുള്ള സൃഷ്ടി 41. ഈ സൃഷ്ടിയിൽ നിന്നാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ദക്ഷിണ ഭാഗത്തു നിന്നും സ്വയംഭൂമനു, അതായത് സ്വയം ഉണ്ടായതുകൊണ്ട് സ്വയംഭൂമനുവിനെ സൃഷ്ടിച്ചു. വാമഭാഗത്തു നിന്നും ശതരൂപി എന്ന ഒരു രാജ്ഞിയും സൃഷ്ടിച്ചു. അപ്പോൾ വാമഭാഗത്തു നിന്ന് ശതരൂപി, ദക്ഷിണഭാഗത്തു നിന്ന് സ്വയംഭൂമനു, അദ്ദേഹമാണ് ആദ്യത്തെ മനു എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു. അവർക്ക് 2 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. ആർക്കാണ്? സ്വയംഭൂമനുവിനും ശതരൂപയ്ക്കും ചേർന്ന് 2 പുത്രന്മാരും 3 പുത്രികളും ഉണ്ടായി. ഇനി നമുക്ക് വീണ്ടും സമയം കളയുന്നില്ല, അടുത്തത് പറയാം.